അഖില കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ സംസ്ഥാന കമ്മിറ്റി ഊരാള സംഗമം 12-ന് എടനീർ മഠത്തിൽ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ KN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ദീപം തെളിയിക്കും. സെമിനാറിൽ തളിപ്പറമ്പ് TTK ദേവസ്വം ട്രസ്റ്റി KP നാരായണൻ നമ്പൂതിരി പ്രഭാഷണം നടത്തും. 2:30-ന് പ്രതിനിധി സമ്മേളനം നടക്കും. ക്ഷേത്ര ഭരണ വ്യവസ്ഥ സംസ്ഥാനത്തെ ഊരാള സമൂഹം നിതാന്ത ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഗമം നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലെ ക്ഷേത്ര മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലും അല്ലാതെ മലബാർ HRCന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട ഒരു സംഗമമാണ്. അതിൽ ക്ഷേത്രം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, അല്ലാതെയുമായ ക്ഷേത്രത്തിലെ സ്വന്തം അവകാശികളായുള്ള മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 8ാമത്തെ ഊരാള സംഘമാണ് ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച എടനീർ മഠത്തിൽ വെച്ച് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ ജില്ലയിലും ഓരോ വർഷം അങ്ങനെ 8ാമത്തെ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ നടത്തുന്നതാണ്. അതിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞങ്ങൾ ഇത് പ്രകാരം ഏകദേശം ഒരു 400 ആൾ പങ്കെടുക്കേണ്ടതാണ്. ഞങ്ങളുടെ മെമ്പർഷിപ്പുള്ള ഏകദേശം 200 പേർ ക്ഷേത്രങ്ങളിലെ ഊരാളും ഉടമകളാണ്. ഒരു ക്ഷേത്രത്തിലെ ഊരാളെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രം മാത്രമല്ല. ഇപ്പം കോഴിക്കോട് സാമൂഹ്യ രാജാവിന് 42 ക്ഷേത്രമുണ്ട്, ചെറുക്കൽ കോവിലത്തിന് 38 ക്ഷേത്രമുണ്ട്. അങ്ങനെ 5-6 ക്ഷേത്രങ്ങളുള്ളവർ, ഒറ്റ ക്ഷേത്രമുള്ളവർ അങ്ങനെയുണ്ട്. ചില ഗ്രാമങ്ങളിലെ സമുദായക്കാരുണ്ട്, പല സമുദായക്കാരുണ്ടല്ലോ. ഇപ്പം മുച്ചിലോട്ട് ഭഗവതി അത് പ്രത്യേക സമുദായത്തിൻ്റെ, അങ്ങനെ ഓരോ അവരെ തറവാടും സമുദായക്കാരുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അവരൊക്കെ ക്രോഡീകരിച്ച് ഒറ്റ കണ്ണിയിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന പ്രസിഡന്റ് K കുഞ്ഞിമാധവൻ കനകത്തിടം, മാടത്തിൽ മല്ലിശ്ശേരി വാസുദേവൻ നമ്പൂതിരി, ഇരുവൽ രാമദാസ് വാഴുന്നോർ, KC മാനവർമ്മ രാജ, CK വേണുഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.